Good morning, students. Yesterday we were discussing about the meaning of nonverbal communication and the types of nonverbal communication. Today we are going to discussing about importance, advantages and disadvantages of nonverbal communication. Firstly, what is nonverbal communication? Nonverbal communication occurs without using any oral or written words. Instead of oral or written words, it relies on various nonverbal cues such as physical movements, colors, signs, symbols, etc. to express feelings, attitudes, or information. Although no word is used in nonverbal communication, it can effectively communicate many human feelings more accurately than verbal method of communication. അതായത് ഓറൽ ഓർ റിട്ടേൺ വേർഡിൻ്റെ സഹായമില്ലാതെ ഫിസിക്കൽ മൂവ്മെൻറ്റ് കൊണ്ടോ സൈനുകൾ കൊണ്ടോ സിഗ്നൽ കൊണ്ടോ നമ്മുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡും ഇൻഫർമേഷനും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Then first one, well expression of speaker's attitude. സ്പീക്കറിൻ്റെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സെൻഡർ ഓഫ് ദ റിട്ടേൺ മെസ്സേജ്. ഒരു റിട്ടേൺ മെസ്സേജ് അയച്ച ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. എക്സ്പ്രസിങ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ലിസണർ ഓർ ദി റിസീവർ. ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ അത് ലിസൺ ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അതിൽ ഇൻട്രസ്റ്റഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഗെയിനിങ് നോളജ് അബൌട്ട് ക്ലാസ് ഓഫ് പീപ്പിൾ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ ഗെയിനിങ് നോളജ് അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്മ്യൂണിക്കേറ്റിംഗ് കോമൺ മെസ്സേജ് ടു ഓൾ പീപ്പിൾ. ഒരു കോമൺ മെസ്സേജ് ഒരു മാസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഹാൻഡിക്യാപ്ഡ് പീപ്പിളിനോട്, എസ്പെഷ്യലി ഡെഫ് പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. കൺവേ മെസ്സേജ് ടു ഇലിറ്ററേറ്റ് പീപ്പിൾ. ദെൻ ക്വിക്ക് എക്സ്പ്രഷൻ ഓഫ് മെസ്സേജ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജുകൾ എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ദെൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. Then next, advantages of non-verbal communication. There are so many advantages of non-verbal communication. They are, first one, complementary. It complements the verbal communication by adding to its meaning. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് കുറച്ചുകൂടി മീനിങ് ആഡ് ചെയ്തുകൊണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായത് സഹായിക്കുന്നു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. സെക്കൻഡ് വൺ, ഈസി റെപ്രസെൻറ്റേഷൻ. ഇൻഫർമേഷൻ ക്യാൻ ബി ഈസിലി പ്രസൻറ്റഡ് ഇൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മേ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വെർബൽ മെസ്സേജ്, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് ബൈ നോയിസ്, ഇൻറപ്ഷൻ എക്സെട്ര. അതായത് നമ്മളൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നോയ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ അതിന് എന്ത് ചെയ്യാൻ സാധിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ വളരെ ബഹളം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ തന്നെ സ്റ്റുഡൻസിന് മനസ്സിലാവും സൈലൻ്റ് ആയിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഏതിന് ഉപയോഗിക്കാം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. ദെൻ നെക്സ്റ്റ്, ആക്സെൻറ്റിങ്. ഓഫൺ യൂസ് ടു ആക്സെൻറ്റ് എ വെർബൽ മെസ്സേജ്. വെർബൽ ടൂൺ ഇൻഡിക്കേറ്റ് ദി ആക്ച്വൽ മീനിങ്. അതായത് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അതിനെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഷയെ ഒന്നും കൂടി മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. ദെൻ റിപ്പീറ്റ്. യൂസ്ഡ് ടു റിപ്പീറ്റ് ദി വെർബൽ മെസ്സേജ്. അതായത് പോയിൻറ്റിങ് ഇൻ എ ഡയറക്ഷൻ വൈൽ സ്റ്റേറ്റിംഗ് ഡയറക്ഷൻ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓൾറെഡി പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ നമുക്കത് അവിടേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് വീണ്ടും എന്ത് കൊടുക്കാവുന്നതാണ്, ഡയറക്ഷൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം.
helps to illiterate people. It uses gestures, facial expression, etc. And without using any spoken or written words. ഇതിൽ നമ്മൾ സ്പോക്കൺ ഓർ റിട്ടേൺ വേർഡ്സ് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ഭാഷ അറിയാത്ത ആളോടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. Then next one, helps to handicapped people. Non-verbal communication helps in handicapped people, especially to deaf people. അല്ലേ, ചെവി കേൾക്കാത്ത ആളോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. അട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ. ഇറ്റ് ഈസ് വെരി മച്ച് അട്രാക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വിഷ്വൽ, പിക്ചേഴ്സ്, ഗ്രാഫ്, എക്സെട്ര. ദെൻ അതായത് നമ്മളിങ്ങനെ ഒരു വേർഡിൻ്റെ സഹായത്തോടു കൂടി എല്ലാ വിഷ്വൽസ് കാണിച്ചുകൊണ്ട്, പിക്ചർ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, അട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ ആയിരിക്കും. ദെൻ റെഡ്യൂസിങ് വേസ്റ്റ് ഓഫ് ടൈം. It reaches the receiver very fast than verbal communication and written communication. Verbal communicationേക്കാൾ കൂടുതൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ട് ഈ ഇൻഫർമേഷൻ എവിടേക്ക് എത്തുന്നു, റിസീവറിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ക്വിക്ക് എക്സ്പ്രഷൻ ഓഫ് മെസ്സേജ്. Non-verbal cues of communication can communicate some messages very quickly than written or oral messages. As already said, ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാൾ അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷനേക്കാൾ വളരെ പെട്ടെന്നായിട്ട് ഒരു മെസ്സേജ് നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. Okay, these are the advantages of non-verbal communication. They are complementary, easy presentation, substituting, accenting, repeat, helps to illiterate people, helps to handicapped people, attractive presentation, reducing waste of time, quick expression of message. Then next one, disadvantages of non-verbal communication. The important disadvantages of non-verbal communications are, first one, cultural difference. Every culture uses non-verbal communication and they have their way of communicating that can be different from ours. അതായത് പല കൾച്ചർ പല രീതിയിലാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓരോ കൾച്ചറിനും അവരുടേതായിട്ടുള്ള മീനിങ് ഉണ്ടായിരിക്കും. ഒരു സിമ്പിളിനായിക്കോട്ടെ, ഒരു ബോഡി മൂവ്മെൻറ്റിനായിക്കോട്ടെ, ജസ്റ്റേഴ്സിനായിക്കോട്ടെ, ഓരോ കൾച്ചറിനും ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറിൽ നിന്ന് മാറി വേറൊരു കൾച്ചറിലേക്ക് എത്തുമ്പോൾ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാനോ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് വൺ, നോ റൂൾസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് നോട്ട് ഫോളോ എനി റൂൾസ് ഓർ സ്ട്രക്ചേഴ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് പ്രത്യേകിച്ച് റൂളോ സ്ട്രക്ചറോ ഒന്നും ഇല്ല എന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്റ്റൻറ്റ് കോൺവെർസേഷൻസ് ആർ നോട്ട് പോസിബിൾ. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്ത് നിന്ന് മാത്രമേ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താവുന്നുള്ളൂ, പോസിബിൾ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. നെക്സ്റ്റ്, നോട്ട് എവരി വൺ പ്രിഫേഴ്സ്. ഫ്യൂ പീപ്പിൾ ഡു നോട്ട് പ്രിഫർ ടു യൂസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. They think it may be unprofessional, unimpressive and less influential. അതായത് ചില ആളുകൾ ഏതിനെ പ്രിഫർ ചെയ്യുന്നില്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ പ്രിഫർ ചെയ്യുന്നില്ല. അവർ ചിന്തിക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംപ്രഷൻ കുറയ്ക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പ്രൊഫഷണലിനെ യോജിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത കുറവാണ് എന്ന രീതിയിലാണ് ചിലർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, പെർസീവ് ചെയ്തിരിക്കുന്നത്. Then last one, imprecise and inaccurate. Non-verbal communication messages can be quite inaccurate because there is no use of verbal words, so it become very difficult how to other perceive. Then the non-verbal communication എന്ന് പറയുന്നത് inaccurate ആവാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ നമ്മൾ വെർബൽ വേർഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പലരും പെർസീവ് ചെയ്യുന്നത് പല രീതിയിൽ ആയിരിക്കാം. Okay, these are the disadvantages of non-verbal communication. They are cultural difference, no rules, distant conversations are not possible, not everyone prefers, imprecise and inaccurate. Okay, thank you.